ഒരു കാലത്ത് ആ രാജ്യത്ത് നടന്നൊരു പാർട്ടി ആ രാജ്യത്തിന്റെ ഭാവിയെ മുഴുവൻ മാറ്റിമറിച്ചു. ആ ആഘോഷം എത്രത്തോളം ആഡംബരമായിരുന്നുവെന്നാൽ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിലയേറിയയും ഭംഗിയേറിയതുമായ ആഘോഷമായി ഇന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സ്ത്രീകൾ ചെറുതായുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിൽ പോയിരുന്ന ആ സ്വതന്ത്രമായ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കർശനമായ നിയന്ത്രണങ്ങളിലേക്കുള്ള യാത്രയിൽ ആ രാജ്യം അനേകം അപ്രതീക്ഷിതമായ വളവുകൾ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കെ, നാം സംസാരിക്കുന്നത് ഇറാനെക്കുറിച്ചാണ്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും പോലുള്ള രാജ്യങ്ങളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ഒരു നേതാവിനെ നഷ്ടപ്പെട്ടതോടെ ആ രാജ്യം ഇന്ന് ഒരു കഠിനമായ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു. ശരി, അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരാളെ അധികാരത്തിലിരുത്തി വീണ്ടും ആ രാജ്യത്തെ തൊണ്ടിരിക്കുമോ? ചില സ്ത്രീകള് ഈ മാറ്റമത് കണ്ടു എങ്ങനെ ആഘോഷിക്കുന്നു. പുറത്തുള്ള ലോകത്തിനറിയാത്ത ഇറാനിലെ ആന്തരിക ജീവിതം എങ്ങനെയായിരിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഇറാന്റെ ഭൂമിശാസ്ത്ര സൗന്ദര്യവും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതശൈലിയും രക്തം ചിന്തിയ ചരിത്രവും ഈ വീഡിയോയിലെ ആഴത്തിൽ പരിശോധിക്കാം. മധ്യപൂർവത്തില് തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇറാൻ അത്ഭുതകരമായ പ്രകൃതിയുടെ വിലാസാണ്. ഉയർന്ന പർവ്വതങ്ങള്, വിശാലമായ മരുഭൂമികള്, മനോഹരമായ കടൽ തീരങ്ങള്, പച്ചപ്പുള്ള സമതലങ്ങള്, ഇവയെല്ലാം ഒരേ രാജ്യത്ത് കാണാൻ സാധിക്കും. ഇറാനിലെ കുങ്കുമപ്പൂ ലോകത്തിലെ ഏറ്റവും വിലയേറിയതും മികച്ച ഗുണമേന്മയുള്ളതുമാണ്. എന്നാൽ ഇവിടെ അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ്. ഇത് കണ്ടാൽ ആരെയും അത്ഭുതപ്പെടുത്താതെ ഇരിക്കാനാവില്ല. അതുപോലെ തന്നെ പിസ്ത ഉൽപാദനത്തിലും ഇറാൻ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ്. ഇതവരെ സ്നേഹപൂർവ്വം പച്ച തങ്കം എന്ന് വിളിക്കുന്നു. പ്രതിവർഷവും ലക്ഷക്കണക്കിന് ടൺ പിസ്ത ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു. അതുമാത്രമല്ല, ഇറാനിലെ ഈത്തപ്പഴം കഴിച്ചാല് ആ അത്ഭുതകരമായ രുചി ജീവിതകാലം മുഴുവൻ മറക്കാനാവില്ല. ഇവിടെയുള്ള ഈത്തപ്പഴങ്ങള് മധ്യപൂർവ്വദേശത്ത് നിന്ന് യൂറോപ്പിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ രാജ്യം ലോകത്തിലെ 17ാമത്തെ വലിയ രാജ്യമാണ്. ഇപ്പോ ഇറാന്റെ മൊത്തം ജനസംഖ്യ ഏകദേശം 93 ലക്ഷം, 93 ദശലക്ഷം കവിഞ്ഞിരിക്കുന്നു. ഇതില് 50.8% പുരുഷന്മാരും 49.2% സ്ത്രീകളും ഉൾപ്പെടുന്നു. ജാതികളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 61% പേർഷ്യന്മാരും, 15% അസരികളും, 10% കുർദുകളും, 6% ലോരും, 2% ബലൂച്ചികളും, 2% അറബികളും, ശേഷിക്കുന്ന ശതമാനത്തില് തുർക്ക്മന്മാരും മറ്റ് ആദിവാസികളും ഒരുമിച്ച് ജീവിക്കുന്നു. ഇസ്ലാം ഇവിടെ ഔദ്യോഗിക മതമായിരുന്നാലും ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഭൂരിഭാഗവും. നിർവാഹ സൗകര്യത്തിനായി രാജ്യം 31 സംസ്ഥാനങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇതില് രസകരമായ കാര്യം, ഓരോ സംസ്ഥാനത്തിനും അതിന്റെ സ്വന്തം സാംസ്കാരികം, പ്രാദേശിക ഭാഷയും വ്യത്യസ്തമായ ഭക്ഷണശീലങ്ങളുള്ളതാണ്. ആർത്ഥിക ഘടനയും നാണയവും സംബന്ധിച്ചിടത്തോളം അവസ്ഥ കുറച്ച് വ്യത്യസ്തമായിരിക്കും. ഇറാനിലെ നാണയം റിയാൽ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന്റെ മൂല്യം വളരെ കുറവാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരു അമേരിക്കൻ ഡോളറിന് ഏകദേശം 31,415 ഇറാനിയൻ റിയാലുകൾ ലഭിക്കും. അതർത്ഥം നിങ്ങൾക്ക് വെറും $100 മാത്രമേ ഉള്ളുവെങ്കിലും ഇറാനില് നിങ്ങൾ 1 ലക്ഷാധിപതിയായിരിക്കും. നമ്മുടെ ഇന്ത്യൻ രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1 രൂപയ്ക്ക് ഏകദേശം 14,438 റിയാലുകൾ ലഭിക്കും. ഇവിടെ ടൂറിസ്റ്റുകളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്തെന്നാല് ഇറാനിലെ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡുകൾ പൂർണ്ണമായും പ്രവർത്തിക്കില്ല. അമേരിക്ക ഏർപ്പെടുത്തിയ വിലക്കുകൾ കാരണം അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനം ഇവിടെ നിരോധിച്ചിരിക്കുന്നു. അതിനാല് യാത്രക്കാര് പണം അല്ലെങ്കിൽ ഡോളറുകൾ കൊണ്ടുപോയി അവിടെ മാറ്റി ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാല് അതിനായി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇറാനിയരുടെ സ്വന്തം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വളരെ ആധുനികവും വേഗവുമാണ്. ചെറിയ കടകളിൽ നിന്ന് നെരുവ് വിൽപ്പനക്കാരും ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് വലിയ മാളുകൾ വരെയും എല്ലാവരും മൊബൈൽ അല്ലെങ്കിൽ ലോക്കൽ കാർഡുകൾ വഴി പണമെടുക്കുന്നു. സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇറാന് പ്രകൃതിദത്ത വാതകത്തിലും എണ്ണയിലും ലോകത്ത് തന്നെ ഒരു പ്രധാന കേന്ദ്രമാണ്. അതിനാലാണ് ഇവിടെ പെട്രോൾ വെള്ളത്തേക്കാളും വില കുറഞ്ഞതും കിടിലം വിലയിലും ലഭ്യമാവുന്നതും. അതിനാലാണ് രാജ്യത്തുടനീളം ജനങ്ങള് കാറുകളില് വളരെ എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും യാത്ര ചെയ്യുന്നത്. ഇറാന്റെ അതിർത്തികള് ഔദ്യോഗികമായി വളരെ ശക്തമായവയാണ്. വടക്കോട്ട് അർമേനിയ, അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നീ രാജ്യങ്ങളോടൊപ്പം കാസ്പിയൻ കടലിന്റെ മനോഹരമായ തീരവും സ്ഥിതി ചെയ്യുന്നു. കിഴക്കോട്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും
പടിഞ്ഞാറോട്ട് ഇറാഖും തുർക്കിയും രാജ്യങ്ങളുണ്ട്. തെക്കോട്ട് പേർഷ്യൻ ഗൾഫ്, ഒമാന് ഗൾഫ് എന്നീ കടലുകൾ വ്യാപിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ തലസ്ഥാനമായ തെഹ്റാനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നെങ്കിൽ തോശാല മലയുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഇറാനിലെ ഏറ്റവും വലിയതും ഏറ്റവും ആധുനികവുമായ നഗരവുമാണ്. നഗരത്തിനുള്ളിൽ മാത്രം 1 കോടിക്കും കൂടുതലായ ആളുകൾ താമസിക്കുന്നു. പുറനഗര പ്രദേശങ്ങൾ കൂടി ചേർത്താൽ ആ എണ്ണം 90 ലക്ഷം മുതൽ 78 ലക്ഷം വരെ ആയിരിക്കും. ടെഹ്റാൻ നഗരത്തെ നോക്കിയാൽ തായ്ലാന്റിനേക്കാൾ അല്ലെങ്കിൽ ദുബായിനേക്കാൾ വളരെ വൃത്തിയുള്ളതും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൽ തന്നെയാണോ നാമെന്നൊരു അനുഭവം നൽകുന്നു. ഉയർന്ന ആധുനിക കെട്ടിടങ്ങൾ, മെട്രോ ട്രെയിനുകൾ, വിശാലമായ ഷോപ്പിംഗ് തെരുവുകൾ, ചരിത്ര സ്മാരകങ്ങൾ, മനോഹരമായ പാർക്കുകൾ എന്നിവയോടെ രാത്രി സമയത്ത് വൈദ്യുത വിളക്കുകളുടെ പ്രകാശത്തിൽ ഈ നഗരം തിളങ്ങുന്നു. തോച്ചൽ മലയിലെ കേബിൾ കാർ കയറി താഴേക്ക് നോക്കുമ്പോൾ മുഴുവൻ ടെഹ്റാൻ നഗരവും നിങ്ങളുടെ കൈകളിൽ തന്നെയാണെന്ന് തോന്നും. നഗരത്തിലെ ഗുലിസ്ഥാൻ കൊട്ടാരം ഒരു അത്ഭുതകരമായ കലാസൃഷ്ടിയാണ്. സഫാവിദ് രാജാക്കന്മാരുടെ കാലത്തെ ഈ കണ്ണാടി കൊട്ടാരവും അതിലെ ക്രിസ്റ്റൽ കല്ലുകളുടെ മിനുക്കും കണ്ടാല് നമ്മൾ ഏതോ മായാജാല ലോകത്താണോന്ന് തോന്നും. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സൂക്ഷ്മമായ കലാപ്രാവീണ്യം എങ്ങനെ സാധ്യമായതാണെന്ന് നോക്കുമ്പോൾ അത്ഭുതപ്പെടാതിരിക്കാൻ കഴിയില്ല. അതുപോലെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പാരമ്പര്യ സംവിധാനമായ ബാഖിർ എന്നറിയപ്പെടുന്ന കാറ്റ് ടവറുകളും ഇവിടെ ഇന്നും കാണാം. ഇവയ്ക്ക് വൈദ്യുതി ഇല്ലാതെയും പുറത്തുനിന്ന് വരുന്ന കാറ്റ് പിടിച്ച് വീടുകൾ തണുപ്പിക്കാൻ കഴിയും. ഇത് അവരുടെ അത്ഭുതകരമായ ശില്പകലയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. സമൂഹത്തെക്കുറിച്ച് നോക്കിയാൽ ഇറാനിലെ മാതാപിതാക്കൾ തീരുമാനിക്കുന്ന വിവാഹങ്ങളുടെ ശതമാനം ഏകദേശം 0ആണ്. 99% യുവാക്കൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സ്വയം തെരഞ്ഞെടുത്ത് വിവാഹം കഴിക്കുന്നു. കുടുംബാംഗങ്ങളുടെ സമ്മതം ഉണ്ടായാലും അന്തിമ തീരുമാനമാവട്ടെ മുഴുവൻ അവരുടേതാണ്. എന്നാൽ ഇവിടെ ഒരു ദുഃഖകരമായ സത്യം എന്തെന്നാൽ വിവാഹമോചന നിരക്ക് ഇവിടെ ആശങ്കാജനകമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. സമീപകാല കണക്കുകൾ പ്രകാരം ഏകദേശം 39 മുതൽ 40% വിവാഹങ്ങൾ വിവാഹമോചനത്തിൽ അവസാനിക്കുന്നു. രാജധാനിയായ ടെഹ്റാനിൽ ഇത് അസാധാരണമായി 50%-ത്തേക്കാൾ കൂടുതലാണ്. അതർത്ഥം വിവാഹിതരായ ഓരോ 2 ദമ്പതികളിൽ ഒരുപോലുള്ള ദമ്പതികൾ വേർപിരിയുന്നു. ദീർഘകാല സാമ്പത്തിക പ്രശ്നങ്ങൾ, ആധുനിക ജീവിതശൈലി കൊണ്ടുവന്ന മാനസിക സമ്മർദ്ദം, സ്ത്രീകളിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വർദ്ധിച്ച ബോധവത്കരണം എന്നിവയാണ് ഇതിന് പ്രധാന കാരണങ്ങളെന്ന് ഗവേഷകർ പറയുന്നു. വാസ്തവത്തിൽ രാഷ്ട്രീയപരമായി അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ പിന്നാലെ എന്തുകൊണ്ട് ചുറ്റിക്കറങ്ങുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ശക്തമായ പശ്ചാത്തലമുണ്ട്. മധ്യപൂർവ്വത്തിൽ ഇറാൻ ഒരു അപ്രത്യക്ഷമായ സൈനിക ശക്തിയായി വളർന്നു വരികയാണ്. അവരുടെയിലുള്ള ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ആധുനിക ആയുധങ്ങളും കണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ഭയത്തിലാണ്. ഈ മിസൈലുകൾ ഭാവിയിൽ അവരുടെ ഭൂഭാഗങ്ങൾക്കപ്പുറവും യൂറോപ്പിലേക്കും വരെ എത്തിച്ചേരാമെന്ന് അമേരിക്കയും ഇസ്രായേലും ഭയപ്പെടുന്നു. ഏത് സാഹചര്യത്തിലും ഇറാൻ ഒരു ആണവായുധ രാഷ്ട്രമാകരുതെന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ഇറാൻ ആണവ ബോംബ് നിർമ്മിച്ചാൽ രാജ്യത്തിന്റെ സുരക്ഷാ ദൗർബല്യങ്ങൾ കാരണം ഭാവിയിൽ അത് ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയുടെ കൈകളിൽ പെടുകയാണെങ്കിൽ ആകെ ലോകത്തിനും അപകടം സംഭവിക്കുമെന്നതാണ് അമേരിക്കയുടെ വാദം. തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിച്ചിട്ടില്ലെന്ന് ഇറാൻ വീണ്ടും വീണ്ടും പറഞ്ഞാലും പാശ്ചാത്യ രാജ്യങ്ങൾ അതിൽ വിശ്വസിക്കാൻ തയ്യാറല്ല. ഇറാന്റെ ഭരണാധികാരിയായിരുന്ന ആ മഹാനായ നേതാവ് ഒരിക്കലും അമേരിക്കയോട് തലകുനിയില്ലായിരുന്നു. ഇസ്രയേലിന്റെ കണ്ണിലേക്ക് നേരിട്ട് നോക്കി സംസാരിക്കാൻ കഴിയുന്നയാളാ അദ്ദേഹം. ഇപ്പോ ആ നേതാവില്ലാത്തതിനാൽ അമേരിക്കയ്ക്ക് അനുകൂലമായ മുഹമ്മദ് റേസ പഹ്ലവി പോലുള്ളവരെ അധികാരത്തിലിരുത്തി ഇറാനെ മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അമേരിക്ക ശ്രമിക്കുമെന്ന് എന്ന ഭയം ഇറാൻ ജനങ്ങളിലുണ്ട്. ഇതിനാൽ ഹിജാബില്ലാത്ത സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും പാശ്ചാത്യ സംസ്കാരം വീണ്ടും വരുമെന്നും ചില യുവതികൾ ആഘോഷിക്കുമ്പോൾ പാരമ്പര്യങ്ങളിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഭാവി എന്തായിരിക്കുമെന്ന ആശങ്കയിൽ കണ്ണീർ കടലിൽ മുങ്ങിയിരിക്കുകയാണ്. നബി മുമ്പേ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ വലിയ എണ്ണത്തിലുണ്ടായിരുന്നാലും ശത്രുക്കൾ അവരെ തുരത്തുന്ന കാലം വരുമെന്ന വാക്കുകൾ ഇപ്പോൾ കണ്ണുമുന്നിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാരിൽ ചിലർ ആഴത്തിലുള്ള ദുഃഖത്തോടെ പറയുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് പ്രധാന കാരണമായത് 1921 നടന്ന ഒരു സംഭവമാണ്. പേർഷ്യൻ സാമ്രാജ്യം രൂപം കൊണ്ടിട്ട് 200,000 വർഷം പൂർത്തിയായത് അന്നത്തെ ഭരണാധികാരി മുഹമ്മദ് റേസ പഹ്ലവി പെർസപ്പോളിസിലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭീമമായ പാർട്ടി സംഘടിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരെയും രാജ്യതലവന്മാരെയും ക്ഷണിച്ച്
മരുഭൂമിയുടെ നടുവില് ഒരു വലിയ താൽക്കാലിക കൊട്ടാരം പണിതു. അത്യാഡംബര വിരുന്നുകൾ ഒരുക്കി. ഈയൊരു ആഘോഷത്തിനായി മാത്രം അന്നേ കാലത്ത് ഏകദേശം $10 കോടി ചെലവഴിച്ചിട്ടുണ്ടാവുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു വശത്ത് സാധാരണ ജനങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഷ്ടപ്പെടുമ്പോൾ രാജാവിന്റെ ഈ അതിര് കടന്ന ആഡംബരവും രാഷ്ട്രീയ പീഡനവും ജനങ്ങളില് കടുത്ത കോപമുണർത്തി. അവ ആക്രോശം തന്നെയാണ് 1978 ഒരു വലിയ ഇസ്ലാമിക് വിപ്ലവമായി മാറി. അയത്തുല്ല റുഹുല്ല ഖൊമേനിയുടെ നേതൃത്വത്തിലെ ആ ശക്തമായ സർക്കാരിനെ തന്നെ തകർത്തത്. ജീവൻ കയ്യിൽ പിടിച്ച് രാജാവ് രാജ്യം വിട്ട് ഓടേണ്ടി വന്നു. അതിനുശേഷം അയത്തുല്ല അലി ഖൊമേനി സുപ്രീം ലീഡറായി ചുമതലയേറ്റു. ഇവിടെയുള്ള സർക്കാരിന്റെ നിയമങ്ങൾ പ്രകാരം പ്രസിഡന്റിന് 2 തവണ മാത്രമേ അധികാരത്തിലിരിക്കാൻ കഴിയൂ. 290 അംഗങ്ങളുള്ള അവരുടെ പാർലമെന്റിലെ ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും സൊറാസ്ട്രിയന്മാർക്കും സ്ഥിരമായ പ്രതിനിധിത്വം ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. ഇറാനിലെ ഗതാഗത സംവിധാനം വളരെ ശക്തവും സാധാരണ ജനങ്ങൾക്ക് അനുയോജ്യമായതുമാണ്. രാജ്യത്ത് 15 വിമാന കമ്പനികൾ 230-ലധികം വിമാനങ്ങളുമായി ഓരോ വർഷവും ഏകദേശം 1 കോടി പേർ വിമാനയാത്ര ചെയ്യുന്നു. ഇവിടെ വിമാന ടിക്കറ്റുകൾ വളരെ വിലക്കുറവാണ്. ഉദാഹരണത്തിന് തെഹ്റാനിൽ നിന്ന് ഈസ്ഫഹാനിലേക്കുള്ള 340 കിലോമീറ്റർ ദൂരത്തിന് ടിക്കറ്റ് വെറും 3000 മുതൽ 8000 ഇന്ത്യൻ രൂപയ്ക്കുള്ളിലായിരിക്കും. രാജ്യത്ത് ഔദ്യോഗികമായും അനൗദ്യോഗികമായും ചേർത്ത് ഏകദേശം 319 വിമാനത്താവളങ്ങളുണ്ടെങ്കിൽ അവയിൽ ഒരു 140 സ്ഥലങ്ങളിൽ പൂർണ്ണമായ റൺവേകളുണ്ട്. തെഹ്റാനിലെ ഇമാം ഖൊമേനി അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തിന് ഏറ്റവും വലിയ പ്രവേശന കവാടം പോലെയാ. രാജ്യത്ത് ആകമാനം ലക്സറി ബസ്സുകളും ട്രെയിനുകളും വളരെ കുറഞ്ഞ വിലയ്ക്ക് ഓടുന്നു. ഉബർ പോലുള്ള പാശ്ചാത്യ ആപ്പുകൾ ഇവിടെ പ്രവർത്തിക്കില്ലാത്തതിനാൽ ഓൺലൈൻ പേയ്മെന്റ് സൗകര്യങ്ങൾ ലഭ്യമല്ല. ടാക്സിയിൽ കയറുന്നതിന് മുമ്പ് ഡ്രൈവറുമായി നേരിട്ട് കൂലി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. സാധാരണയായി ഇത് 100 മുതൽ 150 രൂപ വരെ മാത്രമായിരിക്കും. ടൂറിസ്റ്റ് സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തബ്രീസ് സമീപമുള്ള ഗന്ധവാൻ എന്ന ഗ്രാമം ഒരു അത്ഭുതമാണ്. ഇത് ഒരു പുരാതന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് തണുത്ത ശേഷം രൂപം കൊണ്ട കല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ്. ആ കല്ലുകൾ കുഴിച്ച് യഥാർത്ഥത്തിലെ തേൻചൂട് പോലെയാണ് നിർമ്മിച്ച വീടുകളിലെ ഇന്നും ആളുകൾ താമസിക്കുന്നു. ആ വീടുകൾക്കുള്ളില് ശീതകാലത്ത് ചൂടും വേനൽക്കാലത്ത് എയർ കണ്ടീഷൻ ഇല്ലാതെയും തണുപ്പും അനുഭവപ്പെടുന്നത് പ്രകൃതിയുടെ അത്ഭുതമാണ്. ഇറാനിലെ 2ാമത്തെ വലിയ നഗരം മഷ്ഹദാണ്. ഷിയ മുസ്ലിങ്ങൾക്ക് ഇത് വളരെ പരിശുദ്ധമായ സ്ഥലമാണ്. ഇവിടെയുള്ള ഇമാം അലി റൈസ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയതുമാണ്. ഏകദേശം 5,98,657 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഓരോ വർഷവും 3 കോടി ഭക്തരെത്തുന്നു. ഈ പരിശുദ്ധ സമുച്ചയത്തില് മ്യൂസിയം, ലൈബ്രറി, സെമിനാർ ഹാളുകള് എന്നിവയുൾപ്പെടെ എല്ലാം ഉണ്ട്. രാത്രി സമയങ്ങളില് ആ വൈദ്യുതി വിളക്കുകളുടെ ഇടയില് അവിടെയുള്ള അന്തരീക്ഷം വളരെ ആത്മീയമായിരിക്കും. ഭക്ഷണത്തെക്കുറിച്ച് പറയേണ്ടിയാലേ ഇറാനിയൻ ഭക്ഷണം കൂടുതലും നമ്മുടെ ഇന്ത്യൻ രുചികൾക്ക് അടുത്തതായിരിക്കും. എന്നാൽ അവരുപയോഗിക്കുന്ന മസാലകൾ കാരണം അതിന്റെ രുചി കുറച്ച് വ്യത്യസ്തമായിരിക്കും. ഇവിടെ രാവിലെ, ഉച്ച, രാത്രി എന്ന വ്യത്യാസമില്ലാതെ അരി കൂടുതലായി കഴിക്കും. ഇനിയിപ്പോൾ ഹലീമ്, രുചികരമായ കബാബുകള്, ബിരിയാണികള് വളരെ വില കുറവിൽ ലഭിക്കും. മാത്രം 300 രൂപയ്ക്ക് കബാബ്, സലാഡ്, നാൻ റൊട്ടി എന്നിവയോടെ വയറു നിറയുന്ന ഭക്ഷണം ലഭിക്കും. ഇവിടെ ബർഗറുകളും വളരെ വലുതായിരിക്കും. ഒരു വ്യക്തി മുഴുവൻ കഴിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറാനില് റെസ്റ്റോറന്റുകൾ കൂടുതലും ബേസ്മെന്റുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. അതിനാൽ നമുക്കൊരു പുതിയ അനുഭവം ലഭിക്കും. രാജ്യത്ത് മുഴുവൻ മദ്യവിൽപ്പനയും ഉപയോഗവും നിയമപരമായി പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഇറാൻ ലോകത്തിലെ ഏറ്റവും പഴയ സംസ്കാരങ്ങളിൽ ഒന്നാണ്. ക്രിസ്തുവിന് മുമ്പ് 1500-ാം കാലഘട്ടത്തില് ആര്യന്മാരുടെ വരവോടെ പേർഷ്യൻ സംസ്കാരത്തിന് അടിത്തറയിട്ടു. അതിനുശേഷം സൈറസ് ദി ഗ്രേറ്റ് ഒരു ചെറിയ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റി. ബാബിലോണിനെ കീഴടക്കി യഹൂദന്മാരെ മോചിപ്പിച്ച് അവരുടെ ദേവാലയം വീണ്ടും പണിയാൻ അനുമതി നൽകിയതിലൂടെ അദ്ദേഹത്തിന് ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ലഭിച്ചു. 7-ാം നൂറ്റാണ്ടിലെ സസാനിയൻ രാജാവായ ഖുസ്രു പർവേസ് ഭരിച്ചിരുന്നു. ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രവാചകൻ അയച്ച കത്തിനെ അദ്ദേഹം അവമതിച്ച് കീറിയെറിഞ്ഞുവെന്ന് ഇസ്ലാമിക പാരമ്പര്യങ്ങൾ പറയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ഖുസ്രു തന്റെ സ്വന്തം മകനാൽ കൊല ചെയ്യപ്പെട്ടു. ആന്തരിക കലാപങ്ങൾ കാരണം സസാനിയൻ സാമ്രാജ്യം ദുർബലായി. അതിനുശേഷം
636 നടന്ന കാദിസിയ യുദ്ധത്തിലും 642 നടന്ന നഹാവന്ത് യുദ്ധത്തിലും സസാനിയൻ സൈന്യം തോറ്റു. അവസാന രാജാവായ യസ്ദഗർദിന്റെ മരണത്തോടെ 651 പേർഷ്യൻ സാമ്രാജ്യത്തിന് ഒരവസാനം വന്നു. അതിനുശേഷം ഇറാൻ ഇസ്ലാമിക് ഖലീഫത്തിന്റെ ഭാഗമായി തീർന്നു. ഇതാണ് ഇറാന്റെ പുരാതന ചരിത്രം, അത് നേടിയ മഹത്വം, വീഴ്ച, ഇന്നത്തെ സാഹചര്യങ്ങൾ എന്നിവയുടെ കഥ. ഈ ഡോക്യുമെന്ററി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തതായി ഏത് രാജ്യത്തെക്കുറിച്ചുള്ള വീഡിയോ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കമന്റിൽ അറിയിക്കൂ.